ഇത് ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ പുതിയ ഭൂതത്താൻകെട്ട് ഡാമിൻ്റെ മേളിൽ നിന്നുള്ള വ്യൂ ആണ്. അത് ഇത്ര ഉള്ള കാണാൻ പ്രത്യേകിച്ചൊന്നും ഇവിടെ കാണാനില്ല. പിന്നെ അതിനകത്ത് ഡാം 2-3 ഷട്ടർ തുറന്നിട്ടുണ്ട്. അതിൻ്റെ അത് മാത്രമേ ഉള്ളൂ, വേറൊന്നും പ്രത്യേകിച്ച് ഇവിടെ കാണാനില്ല. ഈ ഭാഗത്തോടൊക്കെയാണ് ബോട്ടിങ്ങിന് വന്നത്. ഞങ്ങൾ തന്നെ ഭൂതത്താൻകെട്ട് ഡാമും കണ്ടേച്ച് വരുമ്പം ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് കണ്ടു. ഇപ്പോൾ ഇവിടെ കുട്ടികളാരും തന്നെ ഇല്ല. ഞങ്ങളൊക്കെ പിന്നെ കുട്ടികളാണല്ലോ, അതുകൊണ്ട് ഞങ്ങളുടെ കൂടെയും കുട്ടികളുണ്ടായിരുന്നു, ഞങ്ങളും കുട്ടികളുണ്ടായിരുന്നു. ഞങ്ങളെല്ലാം കൂടെ അതിനകത്ത് മെറി ഗോ റൗണ്ടും ഊഞ്ഞാലാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ അതിനകത്ത് നിന്ന് കളിക്കുകയാണ്. 3 കുട്ടികൾ മെറി ഗോ റൗണ്ടിൽ കളിച്ചോണ്ടിരിക്കുക. മകളെ ചാടല്ലേ? കുട്ടികളുടെ കളിപ്പാട്ടത്തിൽ മുതിർന്നവർ കൈയെടുത്താൻ പാടില്ല. ഇപ്പൊ ഇവിടെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ഇരിക്കുന്ന ആട് ചുമ്മാ എന്താക്കോ. ഇതെല്ലാം കൂടെ ചേർത്ത് റീൽസ് ഇടാം. ഷോർട്ട് വീഡിയോ. കേരളത്തിലെ ഏറ്റവും വലിയ തൂക്കുപാലമായ ഇഞ്ചത്തൊട്ടി ഏറ്റവും നീളം കൂടിയ തൂക്കുപാലമായ ഇഞ്ചത്തൊട്ടി തൂക്കുപാലത്തിലേക്ക് ഞങ്ങൾ കയറാൻ പോവുകയാണ്. ഇതിന് മുകളിലോട്ട് കയറിയിട്ട് താഴത്തെ കാഴ്ചകൾ കാണാം. നെല്ലിക്ക സർബത്ത്, നറുനീൽ സർബത്ത്. അതെ, ഞങ്ങൾ വന്നേക്കുന്ന സമയം സന്ധ്യസമയമായതുകൊണ്ട് സുഖമായിട്ട് നടക്കാം ഇതിലെ കൂടെ. ആദ്യമായിട്ടൊരു തൂക്കുപാലത്തെ കയറാൻ പേടിയാകുമോ എന്തോ. അവരിങ്ങി ഇറങ്ങട്ടെ. നമ്മുടെ നാട്ടിൽ വലിയ തൂക്കുപാലം ഉണ്ടാണെങ്കിൽ അതേ കയറാതെ ഈ ഇഞ്ചത്തൊട്ടി അതല്ല നമുക്ക് ഇതിനൊക്കെ അടുത്ത് കിട്ടുന്ന തൂക്കുപാലത്തെ നമ്മൾ കയറാതെ ഇഞ്ചത്തൊട്ടി വന്ന് തൂക്കുപാലത്തെ കയറാൻ. താഴോട്ട് നോക്കത്തില്ല, പേടിയാ. എന്നാലും പേടിയാ ഇതിൻ്റെ മണ്ടയ്ക്കൂടെ കിടക്കുമ്പോൾ. ഒരു കുലുക്കമുള്ളതിൻ്റെ പേടിയാവുള്ളൂ, അല്ലെങ്കിൽ പേടിയൊന്നുമില്ല, നടന്നങ്ങ് പോകും. ഇത്രയും നീളത്തിൽ കുലുങ്ങി കഴിയുമ്പം പേടിയാവുന്നു. അങ്ങ് വരെയുള്ള വീഡിയോ ഞാൻ എടുക്കത്തില്ല. പുനലൂർ തൂക്കുപാലത്തിന് ഇതിനേക്കാൾ വീതി ഉണ്ടെന്നാണ് പറയുന്നത്. ഞാനിത് ഫോണ് ബാഗിനകത്ത് ഇട്ടേച്ച് 2 സൈഡും പിടിച്ച് നടന്നു പോകാം. എനിക്ക് അല്ലെങ്കിൽ പേടിയാവുന്നുണ്ട് പോയിട്ട്. ഞാൻ ആദ്യം കൈ ഇത് ശരിക്കും ആർച്ച് രൂപത്തിലുള്ള ഒരു പാലമാണ്. ഞാനിവിടെ കൈ പിടിച്ച് ഇങ്ങനെയൊക്കെ നടക്കുന്ന ധൈര്യത്തിലൊന്നും അല്ല, ശരിക്കും പേടിച്ചാണ് നടക്കുന്നത് ഇവിടെ കേട്ടോ. 2 സൈഡും പിടിച്ചല്ലെങ്കിൽ എനിക്ക് പേടിയാ. വീണ്ടും വീണാലോ എന്ന് പേടിച്ചാണ് നടക്കുന്നത്. വെള്ളത്തിലോട്ട് വീണാൽ എന്താ പറ്റാനാണ്? പൊങ്ങി കിടക്കും. പൊങ്ങി കിടക്കും. പൊങ്ങി കിടക്കുമ്പോൾ അനക്കമില്ലാതായിരിക്കും. അനക്കമില്ലാതെ പൊങ്ങി കിടക്കണമെങ്കിൽ 2-3 ദിവസം പിടിക്കും. അത് ചോദിന ബാഗ് കയറ്റിയിട, അല്ലെങ്കിൽ അതിനകത്ത് വല്ലതും ഉണ്ടേ താഴെ പോകും. വേണ്ട, അവിടെ നിന്ന് ഇറങ്ങി നീന്തിയാവും. മാറും. അവിടെ കൂടുള്ളവരെ ആരെയും കാണുന്നില്ലല്ലോ. അവരാരെയും കാണുന്നില്ല, അവർ ഓടി അങ്ങ് പോയി. നിൽക്കുന്നവർ
അതൊക്കെ എടുക്കും. അതൊക്കെ കാര്യമൊക്കെ പറയും. ഫോണ് വളരെ പോയിട്ട് ഞാൻ തിരിച്ചു വരണം കേട്ടോ. നമ്മുടെ ധൈര്യത്തിന്റെ കൂടുതലുകൊണ്ട് പിള്ളേരെ കണ്ട് പഠിക്കും. പിള്ളേർക്ക് മേടിക്കാം. എന്നാ 2 സെക്കൻഡ് പിടിച്ചോ. അങ്ങോട്ടും ഇങ്ങോട്ടും ചരിഞ്ഞു പോകണം. കാര്യം ഒന്നാണ് 2 സൈഡിലായിട്ട് നിന്ന് ബാലൻസ് ചെയ്തു. 2 സൈഡിലോട്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ എനിക്ക് പഠിച്ചാ വിറച്ച് വിറച്ചാ വരുന്നേ. ആര്? ഞാൻ തന്നെ ശ്വാസം പിടിച്ചാ വരുന്നത്. വീഡിയോ എടുക്കുന്നുണ്ട്. ശ്വാസം പിടിച്ചാ പക്ഷെ ശരിക്കും പേടിക്കും കേട്ടോ. കുലുക്കോളും ആള് വരുമ്പോഴത്തെ ഭയങ്കര കുലുക്കം. ആള് കൂടുതലുള്ളപ്പോഴേ അതാ കുലുക്കും കൂടുതലുണ്ട്. നടക്കാൻ നിഷ ഇങ്ങോട്ട് തിരിഞ്ഞേൽ. നിഷ തിരിഞ്ഞേൽ ഇങ്ങോട്ട് തിരിഞ്ഞു. ഇവർക്കൊന്നും കുഴപ്പമില്ല. ആ പിള്ളേരങ്ങ് മക്കളിങ്ങ് വാ ഫോട്ടോ എടുക്കട്ടെ എല്ലാരെയും. അല്ല ആദ്യം അല്ലാതെ അമ്മ തള്ളിയിടാം. എവിടാ ഫോട്ടോയിൽ തന്നെയാണോ കിടക്കുന്നത്? അതെ. അതിനകത്ത് 0.6 വരുന്നില്ലല്ലോ. ഇല്ല ഇത് കിട്ടും, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മറ്റേ ഇതെങ്ങളൊക്കെ കിട്ടും. അപ്പോൾ അത് ശരി. ഞാനൊരുണ്ട് വീണാലും കുഴപ്പമില്ല. ഞങ്ങള് പാലത്തിന്റെ ഒരെൻഡിലെത്തി തിരിച്ചങ്ങോട്ട് പോകണം. അത് ഓർക്കുമ്പോൾ ഉണ്ടല്ലോ ഇപ്പോഴേ ഭയമാണ്. നമുക്ക് താഴെ നിന്ന് ഇറങ്ങിയിട്ടും കൂടെ വരാം. എന്തെങ്കിലും വന്നതല്ലേ, താഴെയൊക്കെ ഒന്ന് ഇറങ്ങി കണ്ടേച്ച് വരാം. എഴുതി വെച്ചിട്ടുണ്ടല്ലേ, അതിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കിയിട്ട് എത്ര വർഷമായെന്നൊക്കെ നോക്കിയിട്ട് വരാം. ആഴമുള്ളതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ആഴമുള്ളതാണ് നമ്മൾ ഇത്രയും നടന്നു വന്നേ. അയ്യോ അയ്യോ അതിന് ശബ്ദം കേട്ടോ. അയ്യോ പേടിയാവുന്നു. അത് തൂങ്ങി ആടുന്ന ശബ്ദം കേട്ടോ. അയ്യോ സെൻറ്ററിൽ ചെല്ലുമ്പോഴാണ് വലിയ കുലുക്കം വരുന്നില്ലയോ. നമുക്ക് പാമ്പാ മതി. ഇനി ഇതിൻ്റെ മണ്ടക്കൂടെ അപ്പുറത്ത് ചെല്ലുന്ന കാര്യം ഓർത്തിട്ട് പേടിയാ. എങ്ങനെയെങ്കിലും അപ്പുറത്ത് എന്തെങ്കിലും ശ്വാസം നേരെ വിടത്തുള്ളൂ. വേണ്ട, നമുക്കിനി ഇതിൻ്റെ മേളിൽ കൂടെ തിരിച്ചങ്ങോട്ട് പോകാം. എൻ്റെ ഫോൺ തന്നെ ഞാൻ പേടിച്ചാണ് പിടിച്ചേക്കുന്നത്. ചിലപ്പം ഫോണും ഞാനും കൂടെ വീഴുമെന്ന് പേടിച്ചാണ് നടക്കുന്നത്. ഇത് കണ്ടോ, ആർച്ച് രൂപത്തിൽ നിൽക്കുന്ന ഒരു തൂക്കുപാലം. നമുക്ക് തിരിച്ച് നടക്കാം. അങ്ങേ അറ്റം ചെന്നതിന് ശേഷം ഞാൻ അങ്ങ് എത്തിയെന്ന് പറയാൻ നിങ്ങൾക്ക്. അതുവരെ എന്നെ കൊണ്ടൊക്കത്തുള്ളൂ. എനിക്ക് പേടിയാ. കൈ വിട്ടു നടന്നേ. ഉരുണ്ട് വീണാ ഞാൻ വീഴത്തില്ല. സത്യമായിട്ട് എനിക്ക് പേടിയാ. കുഴപ്പമില്ല കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. വീണാൽ ഈ ഇവിടെ കിടക്കത്തേ ഉള്ളൂ. പിടിക്കാൻ പോലും ഒക്കത്തില്ല. ഞാൻ വിറച്ചായിരിക്കും വീഴുന്നത്. എനിക്ക് പിടിക്കാനൊക്കത്തില്ല. എനിക്ക് പേടിയാ. കേട്ടിട്ടുണ്ട് എന്നില്ല അനുസരിച്ചും കൂടെ പുറകോട്ട് നിന്നാലേ വീഴുന്ന കാണാൻ പറ്റത്തില്ല. അയ്യോ ഞാനിവിടെ സ്ഥലം വിളിക്കും. ആരും വരത്തില്ല. ഞാൻ അവിടെ കണ്ട് വിളിക്കും. അലനെ അവരൊക്കെ ഉണ്ട് മുമ്പേ. അവരാരെങ്കിലും ഓടി വരും. അയ്യോ എനിക്ക് പേടിയാ. ഇവിടെയൊക്കെ ചുറ്റും കാണണമെന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. പിടിക്കാതെ എനിക്ക് കാണാൻ വയ്യ. അയ്യോ 2 ദിവസം കൊണ്ട് കാണുന്ന ഇത് തന്നെയല്ലേ. അന്ന് എന്നാലേ ചുറ്റും ഇതൊക്കെ കയറി നോക്കുമ്പോഴേ രസമല്ലയോ. പക്ഷെ എനിക്ക് നോക്കാൻ തോന്നുന്നില്ല. ഞാൻ പിടിവിട്ട് നടക്കുകയാണ്. അവിടെ ബ്ലോഗറുടെ പേടിയൊക്കെ മാറിയ ലക്ഷണമുണ്ട്. പേടി മാറി. അന്ന് സ്പീഡ് നടക്ക്. ഞാൻ അങ്ങനെ ശ്വാസം വിടത്തുള്ളൂ. ശ്വാസം പിടിക്കും. കൈ വീശിയാണെന്ന്. കൈ വീശിയാണ്. കൈ വീശിയാൽ ചിലപ്പോൾ വേണ്ട. അയ്യടാ വേണ്ട. ഞാൻ ഇങ്ങനെ എങ്ങനെയെങ്കിലും അങ്ങ് പൊക്കോളാം. അങ്ങ് അപ്പുറം ചെല്ലട്ടെ. ഞാൻ കൈ വീശാം. നടന്ന് കൈ പിടിക്കാതെ നടന്നിട്ട് പുറകെ വല്ലതും സംഭവിക്കുന്നുണ്ടോ? ഇവിടെ കുലുങ്ങും. ഒന്നുമില്ല, അതിനായിട്ട് ഓടുവൊന്നും വേണ്ട. സന്നദ്ധാനം നടക്കാൻ വയ്യാത്ത ഞാനാ വീഴുന്നല്ല പിടിക്കാന്ന്. സറണ്ടർ. കണ്ണടച്ചോണ്ടങ്ങ് നടന്ന സൈഡിലോട്ടങ്ങും പോകത്തില്ലെന്ന്.
എനിക്കത് ആരും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ നിൽക്കുന്നത്. അത് കൂടെ പോയാൽ മതി, 10 മിനിറ്റ് അത്ര താഴത്തോട്ട് പോകരുത്. എന്തായാലും അടി നല്ല ആഴമുള്ളതാണെന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്തായാലും തലയൊന്നും പോയി കല്ലിലൊന്നും അടിക്കത്തില്ല. ആ ശരി, ആ. നല്ല കാര്യം. അങ്ങനെ ഇപ്പോൾ വീഡിയോ ഇടാനൊക്കത്തില്ല, അറിയത്തില്ലേ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ എൻഡ് പോയിന്റിലേക്ക് എത്താൻ എൻ്റെ ഇവിടെ നിന്നൊക്കെ വലിച്ചു കിട്ടിയൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. എന്തോ ഇതുണ്ട് ഇവിടെ വലിച്ചു കിട്ടിയേക്കുന്നു. ഇത്രയും നേരം തൂക്കുപാലത്ത് നിന്നിട്ട് ഈ സാധനം കണ്ടില്ലേ? കണ്ടു, അത് വലിച്ചു ഇതാ കമ്പി, ഇതേലാ തൂങ്ങി നിൽക്കുന്നത്. കണ്ടു. ആ, അത് കയറ് വെച്ചാരാണ്ട് കൊടി കെട്ടിയതോ അല്ലേ? ഇതൊക്കെ കൊടി കെട്ടാൻ എന്താ ഇതേ കൊടി കെട്ടിയാ ഇരിക്കത്തില്ല. അങ്ങനെ അവസാനം വളരെ സാഹസികമായി, ഇത് ശരിക്കും പറഞ്ഞാൽ സാഹസിക യാത്ര എന്ന് പറയുന്നതാണല്ലേ അവിടെ നിന്ന് എനിക്ക്. അയ്യോ, അങ്ങനെ അവസാനം വളരെ സാഹസികമായി തൂക്കുപാലത്തെ കയറി ഇപ്പുറത്തെത്തി. ഇനി ഞാനൊന്ന് ശ്വാസം നേരെ വിട്ടോട്ടെ. നമുക്ക് അസ്തമനം കാണാൻ പറ്റിയില്ലെങ്കിലും മേളിൽ ചന്ദ്രനെ കാണാം. ഇത് നേരത്തെ അസ്തമിച്ച് നമ്മൾ വരുന്നതിന് മുമ്പേ സമയത്തിന് വന്നാലേ സൂര്യൻ അവിടെ കാത്തു നിൽക്കാനൊക്കത്തില്ലല്ലോ. നിൽക്കണം. നേരത്തെ ഒരു മെസ്സേജ് അയക്കണ്ടായിരുന്നു, ഞങ്ങൾ വരുന്നുണ്ട്. അവർ വണ്ടിയൊക്കെ എടുത്തോണ്ട് പോയെന്നാ തോന്നുന്നു. പോട്ടെ. ഞാൻ ബാറ്റൺ കൈമാറുകയാണ്. സാഹസികമായി അങ്ങനെ വളരെ സാഹസികമായി ഞങ്ങൾ പാലത്തെ ഇറങ്ങിയുണ്ട്. ഞാൻ വലിയ ധൈര്യശാലിയായിട്ടുണ്ട്, വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടോ. ഇനി ഞാൻ പുറകോട്ടൊക്കെ ഇറങ്ങി വീഡിയോ. താഴെ വെള്ളമുണ്ട്, എന്നാലും സാരമില്ല, തൂങ്ങി ആടത്തില്ലല്ലോ. ഇത് ഞങ്ങൾ ഇറങ്ങിപ്പാ. അങ്ങനെ നമ്മൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ഇഞ്ചത്തൊട്ടി തൂക്കുപാലം വഴി കയറി ഇറങ്ങി. ഇതുപോലെ ബാക്കി സ്ഥലങ്ങൾ ഏതാണ്ടൊക്കെ ട്രക്കിംഗ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ഇനി അടുത്തത് ഇനിയും ട്രക്കിംഗ് ഉണ്ടെന്ന് പറഞ്ഞു. ഇനി അത് കാണാമെന്നൊക്കെ. അപ്പോൾ അതുവരെ നിങ്ങളെ വെയിറ്റ് ചെയ്യണം. ട്രക്കിങ്ങിന് മുമ്പ് എന്ത് പരുവത്തിലാവുമെന്ന് അറിയത്തില്ല. അതുവരെ എല്ലാം വെയിറ്റ് ചെയ്യുക. തൽക്കാലം ഞാനിവിടെ നിർത്തുകയാണ്. ടാറ്റാ.